മുസ്തഫ കമാൽ അറ്റാതുർക്ക്. ഈ പേരിനെക്കുറിച്ച് രണ്ട് കഥകളാണ് നമുക്ക് പതിവായി കേൾക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഇസ്ലാമിനെ നശിപ്പിച്ചവൻ. മറ്റൊന്ന്, അദ്ദേഹം തുർക്കിയെ രക്ഷിച്ചവൻ. ഇത് തുടങ്ങുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇസ്ലാം നശിപ്പിക്കാനാകുമോ? ഒരു സാമ്രാജ്യം തകരാം, ഒരു സമൂഹം വീഴാം, ഒരു സംസ്കാരം മാറാം. പക്ഷേ ഇസ്ലാമോ? ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദീൻ മനുഷ്യരുടെ കയ്യിൽ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ജാവേദ് അഹമ്മദ് ഗമീദി പറയുന്നതുപോലെ ഇസ്ലാം ഒരാശയമായി നിലനിൽക്കുന്നത് രാഷ്ട്രീയ ശക്തിയിലല്ല, അതിന്റെ സത്യത്തിലാണ്. അതിനാൽ ഒരു സാമ്രാജ്യം തകരുമ്പോൾ അത് ഇസ്ലാമിന്റെ തകർച്ചയല്ല, മനുഷ്യരുടെ സംവിധാനത്തിന്റെ തകർച്ചയാണ്. ഇസ്ലാം ഇപ്പോൾ ചരിത്രത്തിലേക്ക് വരാം. ഒട്ടോമൻ സാമ്രാജ്യം ദുർബലമായിരുന്നു, അകത്തുനിന്ന് തകർന്നുകൊണ്ടിരുന്നു. യൂറോപ്പിന്റെ രോഗിയായ മനുഷ്യനായി മാറി. ഇത്തെഹാദ് വ തറക്കി വന്നു. എൻവർ പാഷയുടെ നേതൃത്വത്തിൽ ലോകമഹായുദ്ധത്തിലേക്ക് കടന്നു. അത് തകർച്ച വേഗത്തിലാക്കി. ഇതിന്റെ നടുവിൽ സംഭവിച്ച മറ്റൊരു വലിയ സംഭവം അറബ് റിവോൾട്ട്. പലരും ഇത് വഞ്ചന എന്ന് വിളിക്കും, പക്ഷേ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. അറബ് നേതാക്കൾക്ക് സ്വന്തം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നമുണ്ടായിരുന്നു. ഒട്ടോമൻ ഭരണത്തിൽ നിന്ന് അസന്തുഷ്ടവുമുണ്ടായിരുന്നു. ഇസ്താംബൂളിലെ കേന്ദ്രഭരണം ശക്തിപ്പെടുത്തിയപ്പോൾ ചിലർ അവഗണിക്കപ്പെട്ടതായി തോന്നി. അതേസമയം ബ്രിട്ടീഷ് ശക്തികൾ വാഗ്ദാനങ്ങളിലൂടെ അവരെ ഉപയോഗിച്ചു. സ്വതന്ത്ര രാജ്യത്തിന്റെ വാഗ്ദാനം പിന്നീട് തന്നെ അവർക്ക് തന്നെ വഞ്ചനയായി മാറി. ഇപ്പോൾ ചരിത്രത്തിലേക്ക് വരാം. അതായത്, ഇത് വഞ്ചന മാത്രമല്ല, ഇത് രാഷ്ട്രീയം, ദേശീയത, യുദ്ധകാല തീരുമാനങ്ങൾ എല്ലാം ചേർന്ന ഒരു സങ്കീർണ യാഥാർത്ഥ്യം. അർമേനിയൻ ജനതയുടെ ദുരന്തം. നൂറുകണക്കിന് ആയിരങ്ങൾ മരിച്ചു. ഇതംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ ഒരു ചോദ്യം. ന്യായം ഇസ്ലാമിന്റെ ഹൃദയമാണെങ്കിൽ സത്യം അസൗകര്യകരമാണെന്ന കാരണത്താൽ നിഷേധിക്കാമോ? അപ്പോൾ നേതൃത്വം പിളർന്നു. സുൽത്താൻ പോലും പ്രതിരോധത്തിനെതിരെ നിന്നു. മുസ്തഫ കമാൽ വിദ്രോഹിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അറസ്റ്റിനുത്തരവിട്ടു. രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്ന ഒരാളെ അതേ സംവിധാനം പിന്തുടർന്നു. ഇവിടെ ഒരു പ്രധാന നിരീക്ഷണം: ചരിത്രം വ്യക്തികളല്ല, ഘടനകളാണ്. പക്ഷേ ഒരു ചോദ്യം. മുസ്തഫ കമാൽ അപ്രതീക്ഷിതമായി ഉയർന്ന ഒരാളല്ലായിരുന്നു. അവന്റെ കഥ ഇതിനു മുമ്പ് തന്നെ തുടങ്ങി. ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് ഒരു യുദ്ധഭൂമി അവന്റെ പേര് ചരിത്രത്തിൽ കുറിച്ചു: ഗലിപ്പൊലി ക്യാമ്പെയിൻ. അവിടെ സഖ്യസേനകൾ ശക്തമായി മുന്നേറുമ്പോൾ, ഒട്ടോമൻ സൈന്യം തളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമാണ് ചരിത്രം മാറ്റിയത്. മുസ്തഫ കമാൽ തന്റെ സൈനികരോട് പറഞ്ഞു: ഞാൻ നിങ്ങളോട് ആക്രമിക്കാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളോട് മരിക്കാൻ പറയുന്നു. ആ വാക്കുകൾ ഒരു ഉത്തരവല്ലായിരുന്നു, ഒരു തിരിമറിവായിരുന്നു. അവൻ സൈന്യത്തെ നിർത്തി. അവൻ മുന്നേറ്റം തടഞ്ഞു. അവനൊരു തോൽവിയെ തടഞ്ഞു. അവിടെ ഒരു സൈനികൻ മാത്രമുണ്ടായിരുന്നില്ല, ഒരു നേതാവ് ജനിച്ചു. ഇവിടെയാണൊരു ചോദ്യമുയരുന്നത്. ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തിൽ ഒരു വ്യക്തിയുടെ ധൈര്യം ചരിത്രത്തെ മാറ്റാനാകുമോ? അതിനുശേഷം അവനൊരു സാധാരണ ഓഫീസറായിരുന്നില്ല, അവനൊരു പ്രതീക്ഷയായി മാറി. മുസ്തഫ കമാൽ. ഒരു സാമ്രാജ്യം തകർന്നുപോകുമ്പോൾ യുദ്ധഭൂമിയിലല്ല മാത്രം തീരുമാനമുണ്ടാകുന്നത്, മനസ്സുകളിലാണ്. ഒട്ടോമൻ സാമ്രാജ്യം അവസാനത്തിലേക്കു നീങ്ങിയപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിച്ചില്ല. ചിലർ പുതിയ ശക്തികളോട് ചേർന്നു, ചിലർ സ്വന്തം സ്ഥാനം രക്ഷിക്കാൻ ശ്രമിച്ചു, ചിലർ വിദേശ ശക്തികളുമായി ധാരണകൾ തേടി. ഇത് ചരിത്രത്തിന്റെ ഒരു കഠിന സത്യം. ആരും അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാറില്ല, പക്ഷേ അത് സംഭവിച്ചു. അതേസമയത്ത് മറ്റൊരു വഴിയുമുണ്ടായിരുന്നു. പോയിക്കളയാം, രക്ഷപ്പെടാം, പുതിയ അധികാരങ്ങളോട് ചേർന്നു ജീവിക്കാം. എന്നിരുന്നാലും ഒരു വ്യക്തി നിന്നു: മുസ്തഫ കെമാൽ അത്താതുർക്ക്. അദ്ദേഹം തീരുമാനിച്ചു, ഇവിടെ തന്നെ നിൽക്കണം, ഈ മണ്ണിനായി പോരാടണം. വിജയിക്കുകയോ ഇല്ലെങ്കിൽ ഇല്ലാതാകുകയോ. ഇത് ഒരു വികാരപ്രകടനം മാത്രമല്ലായിരുന്നു, ഒരു നിർണായക രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതേസമയം മുസ്ലിം ലോകം വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന മറ്റൊരു പേര് ഫഹ്റുദ്ദീൻ പാഷ.
മദീനയെ സംരക്ഷിച്ച സൈനികൻ, വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർത്തിപ്പിടിക്കപ്പെടുന്ന ഒരാൾ. പക്ഷേ ഇവിടെ ഒരു സത്യം പലരും പറയാറില്ല. സാമ്രാജ്യം അവസാനിച്ചതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായില്ല. അദ്ദേഹം പുതിയ രാഷ്ട്രത്തിനടിയിൽ തന്നെ സേവനം തുടർന്നു. അതായത്, ചരിത്രം നമ്മൾ കരുതുന്നതുപോലെ ലളിതമല്ല. ഇവൻ മതത്തിനായി, ഇവൻ മതത്തിന് വിരുദ്ധമായി എന്ന് വരകൾ വരയ്ക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ മനുഷ്യർ പുതിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് മാറേണ്ടിവരും. ചിലർ അതിൽ വഴുതി വീഴും, ചിലർ അതിൽ ചേരും, ചിലർ അതിനെ നേരിടും. പക്ഷേ ചരിത്രം ഒരിക്കലും ഒരു വശം മാത്രം പറയുന്നില്ല. നമ്മൾ മാത്രം അതിനെ ലളിതമാക്കുന്നു. ഒരു സാമ്രാജ്യം തകർന്നു. ഇവിടെയാണ് ഡോക്ടർ ഫസ്ലുർ റഹ്മാൻ അൻസാരിയുടെ ചിന്ത പ്രസക്തമാകുന്നത്. അറ്റാട്ടുർക്ക് ഒരു മതപരിഷ്കർത്താവല്ല, അല്ലെങ്കിൽ ഒരു മതവിരോധി മാത്രമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതികരണമാണ്. ഒരു തകർന്ന സാമ്രാജ്യത്തിന് ശേഷമുള്ള പുനർനിർമ്മാണ ശ്രമം. ഇപ്പോൾ മുസ്തഫ കമാൽ അറ്റാറ്റുർക്ക് വരുന്നു. ഒരു സൈനികൻ, ഒരു സാക്ഷി, ഒരു തീരുമാനമെടുത്ത നേതാവ്. അവൻ മനസ്സിലാക്കി, ഒരു സംവിധാനം ഇസ്ലാം എന്ന പേരിൽ നിലനിൽക്കാം, പക്ഷേ അതിന് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയണമെന്നില്ല. അതിനാൽ അവനൊരു തെരഞ്ഞെടുപ്പ് ചെയ്തു. പാരമ്പര്യമല്ല, നിലനിൽപ്പ്. അവൻ യുദ്ധം നടത്തി, രാജ്യം തിരികെ നേടി. ഇസ്മിർ വിജയത്തോടെ തിരികെ നേടി. ആ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ഒരു ഗാനം, ഇസ്മിർ മാർഷ്. ആ ഗാനം ആദ്യം അവനുവേണ്ടി എഴുതിയതല്ല, പക്ഷേ ഒരു ജനതയുടെ പുനർജന്മത്തിന്റെ ശബ്ദമായി അത് അവനോടൊപ്പം ചേർന്നു. അതിനുശേഷം അവൻ റിപ്പബ്ലിക് നിർമ്മിച്ചു, ഖിലാഫത്ത് അവസാനിപ്പിച്ചു, മതത്തിന്റെ രാഷ്ട്രീയ ശക്തി നീക്കി, മാറ്റങ്ങൾ നിർബന്ധിതമാക്കി. ഇതാണ് വിവാദം. അവൻ ഇസ്ലാമിനെ എതിർത്തോ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ നടന്ന തെറ്റുകളെയോ? ഇവിടെയാണ് മറ്റൊരു വലിയ സത്യം. അറ്റാതുർക്കിന്റെ സ്വാധീനം തുർക്കിയിൽ മാത്രം ഒതുങ്ങിയില്ല, അത് ലോകത്തേക്ക് വ്യാപിച്ചു. ഇന്ത്യയിലും മുസ്ലിം ലോകത്തും പല നേതാക്കളും തുർക്കിയുടെ മാറ്റങ്ങളെ ശ്രദ്ധിച്ചു. അല്ലാമ ഇക്ബാൽ തുർക്കിയുടെ പുതുക്കലിനെ ഒരു ചിന്തയുടെ ഉണർവായി കണ്ടു. അബുൽ കലാം ആസാദ് അതിന്റെ രാഷ്ട്രീയ ശക്തിയെ അംഗീകരിച്ചെങ്കിലും മതത്തിന്റെ പങ്കിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു. മുഹമ്മദ് അലി ജിന്ന ഒരു ആധുനിക രാഷ്ട്രത്തിന്റെ രൂപകൽപ്പനയിൽ ഈ മാതൃകയെ മനസ്സിലാക്കി. ജവഹർലാൽ നെഹ്റു ഒരു തകർന്ന രാജ്യത്തെ ഉയർത്തിയ നേതൃത്വത്തെ തുറന്നുപറഞ്ഞ് പ്രശംസിച്ചു. ഇവിടെ പ്രധാനപ്പെട്ടത്, എല്ലാവരും ഒരുപോലെ അവനെ അംഗീകരിച്ചില്ല. പക്ഷേ അവനെ അവഗണിക്കാൻ ആരും കഴിഞ്ഞില്ല. കാരണം അവനൊരു മനുഷ്യൻ മാത്രമല്ലായിരുന്നു, ഒരു സംഭവമായിരുന്നു. അവസാനം ഒരു ചോദ്യം മാത്രം: ഇസ്ലാം നശിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണോ, അതോ ഇസ്ലാമിന്റെ പേരുപയോഗിച്ച് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ മനസ്സിലാക്കണോ? കാരണം ഈ ചോദ്യം അറ്റാറ്റുർക്കിനെക്കുറിച്ചല്ല, ഇത് നമ്മളെക്കുറിച്ചാണ്. ഇതിന്നും ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു ചിന്ത കൂടി വരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അറ്റാട്ടുർക്കിനെ കണ്ടിട്ടില്ല, അവനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ ചിന്ത ഒരു സാമ്യം കാണിക്കുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിം സമൂഹം മാറണം എന്നു പറഞ്ഞു, ബുദ്ധിപരമായ സമീപനം വേണം എന്നു പറഞ്ഞു, വിദ്യാഭ്യാസം, നവീകരണം ആവശ്യമാണ് എന്നു പറഞ്ഞു. അതേസമയം മുസ്തഫ കെമാൽ അറ്റാട്ടുർക്ക് ഒരു തകർന്ന സമൂഹത്തെ മാറ്റാൻ ശ്രമിച്ചു. രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞില്ല, രണ്ടു വഴികളും ഒരുപോലെയല്ല. പക്ഷേ ഒരു ചോദ്യത്തിന് അവർ ഇരുവരും മറുപടി തേടി: ഒരു മുസ്ലിം സമൂഹം എങ്ങനെ വീണ്ടുമുയരും?